ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെയായിരുന്നു നമ്മളുടെ ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ അല്ലേ? നല്ല രസമുണ്ടായില്ലേ? സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ബിഗ് ബോസിന് അഡിക്റ്റ് ആട്ടോ. സീസൺ 1 മുതൽ എല്ലാ എപ്പിസോഡും ഞാൻ മുടങ്ങാതെ കാണാറുണ്ട്. എനിക്കിഷ്ടമാണ് അത് കാണുന്നത്. ചിലരൊക്കെ ബിഗ് ബോസ് കാണുന്നവരെ കളിയാക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത്. എനിക്കിഷ്ടം കേട്ടോ ഷോ കാണുന്നത്. അപ്പോൾ ഇത്തവണത്തെ സീസൺ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, കഴിഞ്ഞ തവണ വരെ നമുക്കൊരു പകുതി ആവുമ്പോൾ വരെ മനസ്സിലാവും ആരാണ് മികച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഏകദേശം വിജയിയാവാൻ പോകുന്നതെന്നൊക്കെ. പക്ഷെ ഈ സീസണിൽ യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്താ പറയുക, കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ഹസ്ബൻഡും പറയുമായിരുന്നു ആരായിരിക്കും ജയിക്കാൻ പോകണം, ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ, കാരണം ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിവേ, എനിക്ക് ഈ ഫൈനൽ 5-ലെ അക്ബർ ഒഴിച്ച് ബാക്കി ആർക്ക് കപ്പ് കിട്ടിയാലും ഞാൻ ഓക്കെ ആയിരുന്നു. ഇപ്പം നെവിൻ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അനീഷ ആയാലും അനുമോളായാലും ഒക്കെ ഞാൻ ഓക്കെ ആട്ടോ. കാരണം അക്ബറിന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. പല കാരണങ്ങളുണ്ട്. അക്ബറിന് ആകെ എനിക്കൊരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളാണ്. അത് വലിയൊരു ഗുണമാണ്. അപ്പോൾ അതെനിക്ക് അക്ബറിൻ്റെ നിന്ന് ഇഷ്ടം. അല്ലാതെ അക്ബറിൻ്റെ ഗെയിമോ അക്ബർ മറ്റുള്ളവരെ കളിയാക്കാനായിട്ട് ഈ പാട്ട് പാടുന്നതോ പാട്ടുണ്ടാക്കണമെന്നൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ അക്ബറിൻ്റെ പാട്ട് മറ്റ് റിയാലിറ്റി ഷോയിൽ കാണുമ്പോൾ എനിക്കിഷ്ടമായിരുന്നു. ആ ഷോയിലൊക്കെ ആൾ കുറച്ചും കൂടി കോമഡി ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതിൽ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു സംതിങ് അങ്ങനെയായി. അതുകൊണ്ട് നമുക്ക് അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല. ബാക്കി ആർക്ക് കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇപ്പം അനീഷിന് കിട്ടിയാലും എനിക്ക് നല്ല സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനീഷ് ആരെങ്ങനെ വ്യക്തിഹത്യ ചെയ്യാനോ എന്താ പറയുക, ഒരു എടി പൊടിയെന്ന് പോലും വിളിക്കാറില്ല അല്ലേ? എല്ലാവരെയും പേരെടുത്ത് വിളിക്കുക, എല്ലാവരോടും ആ ഒരു ഗെയിം നടക്കുമ്പോൾ ആൾ നല്ല ശക്തമായിട്ട് എതിർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല. അത് നല്ലൊരു സ്വഭാവമല്ലേ? അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അനുമോളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര താല്പര്യമില്ല, പക്ഷെ അനുമോൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം ഈ അനുമോളുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ബിഗ് ബോസായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്ന് ബന്ധപ്പെട്ടതാണ്. ഞാൻ ബിഗ് ബോസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഈ വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, ഓൾറെഡി ഈ വർഷം പി ആർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരെ വന്ന് ആക്രമിക്കുക, അതൊക്കെയായിരുന്നു. പൊതുവെ ഞാനങ്ങനെ കമൻറ്റൊന്നും ഇടാറില്ല. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയില്ലല്ലോ അതെങ്ങനെയായിരിക്കും ഇത് ചെയ്യാന്ന്. ഒന്നാമത്തെ നമ്മളൊക്കെ ഈ മീഡിയ പഠിച്ചിട്ടുള്ളതുകൊണ്ടും മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ടും നമ്മൾ ഇനി ആ ഒരു ഇതിൽ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് കഴിയാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നത്. എന്തായാലും നന്നായി. ഇപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അനുമോള് കുറേ തെറ്റുകൾ അനുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ഒരു കൂട്ടം കൂടി നിന്ന് നമ്മൾ ആക്രമിക്കുമ്പോൾ നമ്മളതിൻ്റെ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടേ? ബിഗ് ബോസ് എന്നുള്ള രീതി മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മൾ കൂട്ടുകാരായിട്ട് കണ്ടവർ, ഇപ്പം കയറി വന്നവർ, നമ്മളെ മുന്നേ നല്ല സുഹൃത്തുക്കളായിട്ട് വഴി പിരിഞ്ഞു പോയവർ, അതെല്ലാവരും കൂടെയും ചേർന്ന് വന്നിട്ട് നമ്മളിങ്ങനെ ആക്രമിക്കുമ്പോൾ നമ്മൾ അതിനുള്ള വെപ്പണായിട്ട് നമ്മൾ കരുതുന്നത് ചില സമയത്ത് സൈലൻസ് ആണ്, ചില സമയത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞു പോവാണ്, ചില സമയത്ത് നമ്മളും എതിർക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ സ്റ്റേണായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു എന്താ പറയുക, ചെറിയ മനസ്സൊന്നും പോരാ, നല്ല ഉറച്ച മനസ്സ് തന്നെ വേണം. ചിലപ്പോൾ ജീവിത സാഹചര്യം കൊണ്ട് ഉണ്ടാക്കിയെടുത്തായിരിക്കും കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അനുമോൾ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ ഈ സീസൺ തുടങ്ങിയപ്പോൾ. കാരണം സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ട് എനിക്ക് നല്ല രസമല്ലേ, അപ്പോൾ അതൊക്കെ എനിക്കറിയാം. പിന്നെ ആൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് അനുമോളെ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ, ബാക്കി കുറേ പേരെയൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടായി ഇത്തവണ. അപ്പോൾ അനുമോൾ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പതുക്കെ കഴിയാറായ സമയത്താണ് എല്ലാവരും കൂടെയും കൂട്ടം ചേർന്ന് ആക്രമിക്കുക. കാരണം നമ്മൾ വ്യൂവേഴ്സ് ഇത് കാണുന്നുണ്ടല്ലോ, ഇവരവിടെ പറയണതും ഇവിടെ പറയണതും കൂട്ടം കൂടിയിരുന്ന് പറയണതും എല്ലാം കാണുന്നുണ്ട്. ഈ ആദില ആയിക്കോട്ടെ, അത് പറഞ്ഞപ്പോഴാണ് ആദിലയുടെ കാര്യം ഞാനും ഹസ്ബൻഡും പറഞ്ഞ് ചിരിക്കുക. എന്താ വെച്ചാൽ, നമ്മളുടെ പുലിവാൽക്കല്യാണ സിനിമയിൽ ജഗതി മറ്റേ മകൻ സ്നേഹിക്കുന്ന പെണ്ണിന് മോതിരം ഇടുന്ന ഒരു സംഭവമുണ്ട്. അവർ ഓക്കെ, ലാലോലക്സ് ഓക്കെ പറയുമ്പോൾ കൊണ്ട് മോതിരം ഇടും, അവർ വേണ്ട പറയുമ്പോൾ മോതിരം വരും. ഇതാണ് ആദിലയുടെ ഒരു രീതി. ഞങ്ങളതിവിടെ പറഞ്ഞ് ഭയങ്കര ചിരിയാണ്. കാരണം എന്താ വെച്ചാൽ, ആദിലെന്താ ചെയ്യാന്ന് വെച്ചാൽ, ആദിലേക്ക് എന്തെങ്കിലും ഒരു നല്ലതായിട്ട് ഭവിക്കും എന്ന് കണ്ട് അപ്പം പോയി അനുമോളുടെ അടുത്ത് മിണ്ടും. അല്ല, ആദിലേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പം അനുമോളുടെ അടുത്ത് നിന്ന് അങ്ങോട്ട് പിൻവലിയും. അപ്പോൾ അതുപോലെയാണ് പുലിവാൽക്കല്യാണത്തിൽ മോതിരം ഇട്ട് കൊടുക്കുമ്പോഴാണ് ആദില പെട്ടെന്ന് പോയി മിണ്ടും, ചിന്തിക്കും, ഓ ശരിയാവില്ല, എന്നാൽ പിന്നെ ഇച്ചിരി നേരം മിണ്ടണ്ട. അപ്പോൾ എനിക്ക് നൂറേനെ കുഴപ്പമില്ല, എനിക്ക് നൂറേനെ ഇഷ്ടമാട്ടോ. പക്ഷെ എനിക്ക് ആദിലേനെ അത്ര ഇങ്ങോട്ട് ഒരു ഇഷ്ടം തോന്നുന്നില്ല. ആദ്യമൊക്കെ കുഴപ്പമുണ്ടായില്ല, പക്ഷെ
അതിലൊന്നും ചിന്തിക്കുന്നില്ല. ചുമ്മാ നമുക്ക് തോന്നിക്കുകയാണ് അതില എന്തോ വലിയ സംഭവമാണ്, എല്ലാം ചിന്തിച്ചേ ചെയ്യൂ, ഭയങ്കരമായിട്ട് എല്ലാം സ്ട്രോങ് പോയിൻ്റാണ് പറയുന്നത്. അതൊന്നുമില്ല. നമ്മളൊന്ന് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലെന്താ ചെയ്യുന്നത്? അവർ പറയണ വിശ്വസിക്കും, ഇവർ പറയണ വിശ്വസിക്കും. അതിൽ സ്വയം ഇരുന്ന് ഒന്നും ചിന്തിച്ച് എനിക്കങ്ങനെ തോന്നുന്നു, ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. പിന്നെ അതിൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഏത് തറക്കളിയും നമ്മൾ പറയില്ലേ, അതും കളിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നൂറ അത്ര കുഴപ്പമില്ല. നൂറ കുറച്ചും കൂടെ ചിന്തിച്ചാണ് നൂറ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, നൂറ സംസാരിക്കുമ്പോഴായാലും മറ്റുള്ളവർ അത്ര അങ്ങോട്ട് ഹേർട്ട് ചെയ്തിട്ടല്ല ആൾ സംസാരിക്കുന്നത്. എനിക്ക് അവർ തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ അവരുടെ ആ ഒരു അതൊന്നും എനിക്ക് പ്രശ്നമല്ല കേട്ടോ. കാരണം ഞാൻ ജെൻഡറിലൊന്നും വലിയ വിശ്വസിക്കാത്ത ആളാണ്. ഇപ്പോൾ ഏത് ജെൻഡറായാലും ഇഷ്ടം തോന്നിയാൽ നമ്മുടെ പാർട്ട്ണർ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെയാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ഒരു വശമല്ല കേട്ടോ ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം പറയുന്നത്. ഗെയിം മാത്രം അതിൽ തന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഞങ്ങളെപ്പോഴും അതിൽ ടി വിയിൽ കാണുമ്പോൾ ഞങ്ങൾ പറയും ജഗതി വന്നു, പുലിവാൽക്കല്യാണത്തിൽ ജഗതി വന്നു എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ നൂറ കുഴപ്പമില്ല. അപ്പോൾ അനുമോളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ എത്ര ന്യൂസാലേ കേൾക്കുന്നത്, പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുക, ഭർത്താവിൻ്റെ വീട്ടിൽ പറ്റാത്തതുകൊണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഈവൻ ആൺകുട്ടികളാണെങ്കിൽ കൂടി ഈ കാലഘട്ടത്തിലാണെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ നൂറ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞിട്ടു ആദിലില്ലാതെ പറ്റുന്നുണ്ടായില്ല. ഒരു ദിവസം നിങ്ങൾ ഓർക്കണം, ഒരു ദിവസം ആദിലില്ലാണ്ട് നൂറയ്ക്ക് ഒറ്റയ്ക്ക് അതിൽ പറ്റിയില്ല. അങ്ങനെ നോക്കുമ്പോൾ അനുമോളൊന്ന് ചിന്തിച്ച് നോക്കും. നമ്മൾ എത്ര ദിവസമായില്ലേ കൂട്ടം കൂടി ഇരുന്ന് ആക്രമിക്കുക. പറയണതാരും വിശ്വസിക്കുന്നില്ല, തെളിയിക്കാൻ പറ്റുന്നില്ല, ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല, നിസ്സഹായതയുടെ അങ്ങ് അറ്റം. അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയല്ലേ നമ്മൾ അതിജീവിക്കുക. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു അനുമോൾ ചില സമയത്ത് എടുത്ത സൈലൻസ്, ചില സമയത്തെ പൊട്ടിത്തെറി, ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആ ഒരു പോയിന്റ് പോലാണ് അനുമോളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അനീഷിലേക്ക് പോകും, അനീഷായിരിക്കും. കാരണം അങ്ങനെയായിരുന്നു പൊതുവെയുള്ള സംസാരം ഉണ്ടായതില്ല, അനീഷായിരിക്കും വിന്നർ. പക്ഷെ ഞങ്ങളിവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അനുമോൾ. എൻ്റെ ഹസ്ബൻഡൊന്നും അങ്ങനെ ബിഗ് ബോസിൽ ഒന്നും കാണാത്ത ആളാണ്. പക്ഷെ ഞാനിങ്ങനെ ഈ കാണുന്നതുകൊണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിക്കുമ്പോൾ ഞങ്ങൾ യൂട്യൂബിലാണ് കാണുന്നത്. അപ്പോൾ ചായയൊക്കെ കുടിക്കുമ്പോൾ വന്നിരുന്ന് കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡും ശ്രദ്ധിക്കാൻ തുടങ്ങി അനുമോളെ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, എന്തൊരു ഉറച്ച മനസ്സ് വേണം നമുക്ക്, നമ്മളെങ്ങനെ കൂട്ടം കൂടി ആക്രമിക്കുക. നമ്മളെയാണെങ്കിൽ ഇപ്പോൾ പുറത്താണെങ്കിൽ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് നമുക്ക് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീർന്നു. പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അതൊരു പാടാക്കി എടുക്കേണ്ട കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ബിഗ് ബോസിൽ അനുമോൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. ആ ഒരു മനസ്സ്, ആ സമയത്തുണ്ടായ മനസ്സ് നമുക്ക് എല്ലാവർക്കും അത് വേണം. ഇപ്പോൾ ഈ പറയുന്ന എനിക്ക് തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കും അല്ലാണ്ട് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വീട്ടുകാരും ചേർന്ന് ഞാൻ തരണം ചെയ്തതും അങ്ങനെയായിട്ട് ഒരുപാട് എന്താ പറയുക അതികഠിനമായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്തു നിന്നൊക്കെ അതിജീവിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അനുമോളായിട്ട് കുറച്ചും കൂടെ കണക്ഷൻ കിട്ടിയത് എനിക്ക് അവിടെ ആയിരിക്കും. ഞാനത് അതിജീവിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ കുറേയും സിറ്റുവേഷൻ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്കത് ഇങ്ങോട്ട് കണക്ഷൻ കിട്ടിയത്. എനിവേ എനിക്കിഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും വിചാരിക്കും ഈ ലോകം മൊത്തം നമുക്ക് നേരെ എതിര് നിന്നേക്കാം നാളൊരു ദിവസം, ഈ ലോകം മൊത്തം തിരിഞ്ഞു വന്നേക്കാം നമുക്ക് നേരെ. പക്ഷെ ഉറച്ച മനസ്സിൽ നമ്മൾ നിൽക്കുക. നമ്മളാ കൊടുക്കുന്ന ജീവൻ്റെ വിലയാണത്. ചില സമയത്ത് നമ്മൾ ഇമോഷണലായി പോകാറുണ്ട്. ബിഗ് ബോസ് എന്നുള്ള ഒരു ഷോ മാറ്റി വെച്ചാൽ ചില സമയത്ത് ഇപ്പോൾ ഞാൻ കണ്ടു ഒരുപാട് അമ്മമാർ അനുമോൾ കരയുമ്പോൾ കൂടെ കരയുന്നുണ്ട്. അവരൊക്കെ ചിലവർ അനുമോളെ നേരിട്ട് അറിയണവരായിരിക്കും. അല്ലെങ്കിൽ ഞാനൊരു നല്ലൊരു പാട്ട് കണ്ടോ, നല്ലൊരു സിനിമയിലെ രംഗം കണ്ടോരുന്ന കാര്യം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കും, നിനക്ക് വേറെ പണിയില്ല, ഇതൊക്കെ സിനിമയല്ലേ. നമ്മൾ ചില കാര്യങ്ങൾ സിനിമയാണ് പാട്ടാണെന്ന് അറിയാത്തതുകൊണ്ടല്ല നമ്മൾ കരയുന്നത്. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫായിട്ട് ഇങ്ങനെ തട്ടിച്ച് നോക്കും. അപ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് അല്ലേ. ഒറ്റപ്പെട്ടു പോകുന്നവരെ പൊതുവെ നമുക്ക് ഒരാളിങ്ങനെ കൂട്ടം കൂടി വറ്റാടെ ആക്രമിക്കുന്നത്, കളിയാക്കുന്നതൊക്കെ നമുക്കങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എനിക്ക് ആ ഒരു സന്ദർഭം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അനുമോളെ നല്ല രീതിയിലൊന്ന് ഹഗ് ചെയ്യാൻ തോന്നി. ചെയ്തത് എന്തും ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു സമയത്ത് ഇവരെല്ലാവരും കൂടെ റീ എൻട്രി എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ആക്രമണം വേറെ ഒരു സീസണിലും കണ്ടിട്ടില്ല. ഇതുപോലെ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ അവർക്കൊരു ഊർജം കൊടുക്കേണ്ട സമയത്ത് വന്നിട്ട് ഇങ്ങനെ കടന്ന് ആക്രമിക്കുക എന്ന് പറയില്ലേ. ചിലവർ അതിനകത്ത് തുറന്നങ്ങടെ ആക്രമിക്കുകയാണ്, ശൈത്യ ബിൻസിയൊക്കെ. പക്ഷെ ചിലവർ കലാഭവൻ സരിക പോലെയുള്ളവർ ഇങ്ങനെ അവരൊക്കെ കാണിക്കുന്നത് എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷെ അതിലൊക്കെ അനുമോൾ പിടിച്ചു നിന്നു. ഐ എം സോ ഹാപ്പി.
പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഈ അനുമോൾ ഇങ്ങനെ നിന്നപ്പോൾ ലക്ഷ്മി ഞെട്ടിപ്പോയിട്ടോ. ലക്ഷ്മി പോകുന്ന വരെ അങ്ങനെ അനുമോളെ വലിയ സ്നേഹം കാണിക്കൊന്നും കണ്ടിട്ടില്ല. കാരണം നോമിനേഷൻ വരുമ്പോൾ ലക്ഷ്മി നല്ല തുറന്ന അനുമോൾക്കെതിരെ സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ടൈമിൽ എന്തും നടന്നോട്ടെ, നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയണത് ചില സന്ദർഭങ്ങളാണല്ലേ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരാളുടെ കൂടെ നിൽക്കുക. നമ്മൾ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ആരെങ്കിലും ഒരാൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനും അമ്മയൊക്കെ ഇങ്ങനെ ബിഗ് ബോസിനെ പറ്റിയും ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയും ഞാനും എൻ്റെ അമ്മയെ സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട്, ഈ ലോകത്ത് ആരുമില്ലാതെ ആരും ആവാറില്ല. ഒരു പുൽക്കൊടിയോ അല്ലെങ്കിൽ ഒരു കിളിയെങ്കിലും ഉണ്ടാവും നമുക്ക് വേണ്ടി ചിലക്കാൻ. അങ്ങനെ എൻ്റെ അമ്മയോട് പറയാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഒറ്റപ്പെടില്ല. നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാവും നമുക്ക്. അങ്ങനെ എനിക്ക് തോന്നിയതാണ് ലക്ഷ്മി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ലക്ഷ്മി അനുമോളോട് ശരിക്കും സ്നേഹമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടോ എന്തും ആയിക്കോട്ടെ, ഒരാളിങ്ങനെ തകർച്ചയുടെ വക്കിലേക്ക് തകരാൻ പോണ സമയത്ത് നീ ഓക്കെ അല്ലേ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളവിടെ പിടിച്ചു നിൽക്കും. ഞാൻ വിചാരിക്കാറുണ്ട്, ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ, ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നവരൊക്കെ ആ ഒരു സെക്കൻഡ് അവർ അതിജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരത് ചെയ്യില്ല. ഒരൊറ്റ സെക്കൻഡിൻ്റെ തോന്നലാണ്. അതുപോലെയാണ് ചില സപ്പോർട്ടുകൾ നമുക്കല്ലേ ജീവിതത്തിലുണ്ടാവുക. നമ്മൾ ആ ഒരു സെക്കൻഡിൽ ആരെങ്കിലും നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചെങ്കിൽ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞെങ്കിൽ, ഈ സമയമൊക്കെ കഴിഞ്ഞു പോകും കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും, നേരമുള്ളോ കഴിഞ്ഞു പോകുന്നു. അതുപോലെ എനിക്ക് ലക്ഷ്മീനെ തോന്നിട്ടോ. ലക്ഷ്മിയുടെ അത്രയും നാളുള്ള ഗെയിമും ഇപ്പോൾ അതിലെ നൂറേനെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞതിനൊക്കെ ഞാൻ എതിരാണ്. കാരണം അങ്ങനെ പറയേണ്ടൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ലക്ഷ്മിയുടെ ഈ ഒരു എന്താ പറയുക, ആ ഒരു സമയത്ത് ലക്ഷ്മിയുടെ ഇടപെടൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നീട് അവരെല്ലാം പറഞ്ഞു തീർത്തോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരാളിങ്ങനെ തകർച്ചയിൽ കരഞ്ഞ് നിസ്സഹായ അവസ്ഥയുടെ അറ്റത്ത് നിൽക്കുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഗ്രേറ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസ് ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ എടുത്ത് നോക്കുമായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇത്തവണ ശരിക്കും നമ്മളൊരു കോളേജിലെ റീയൂണിയൻ അല്ലെങ്കിൽ കോളേജിൽ ടൂർ പോകുക, അതൊക്കെ കണ്ടൊരു ഫീലായിരുന്നു ബിഗ് ബോസ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികൾ അനുമോൾ നേരിട്ട പോലെ നമ്മൾ നേരിടണം. അല്ലേ, എല്ലാവരും തിരിഞ്ഞു വരും, നമ്മൾ ഒരുപാട് പേര് ആക്രമിക്കാനുണ്ടാവും, എന്തുണ്ടാവും. പക്ഷേ നമ്മളുടെ ജീവിതം അനുമോൾ ബിഗ് ബോസിൽ നേരിട്ട പോലെ നേരിടണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ തോന്നും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കേട്ടിട്ട് ആരും വന്ന് അനുമോൾ PR അല്ലേ ജയിച്ചാലേ ഇത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ അതൊന്നും അല്ല ഇവിടെ സംസാരിച്ചത്. അനുമോൾ PR ആണോ ജയിച്ചാണോ അല്ലാണ്ട് അതൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും അനുമോൾ നേരിട്ട പോലെ നേരിടണം. അങ്ങ് നിൽക്കുക, പിടിച്ചങ്ങ് നിൽക്കുക. സംസാരിക്കേണ്ടടുത്ത് മാത്രം സംസാരിച്ചാൽ മതി. സൈലൻ്റ് ആവേണ്ടടുത്ത് നമ്മൾ സൈലൻ്റായിട്ട് നിൽക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, നിൻ്റെ ഫോണിൽ മാത്രമേ ഉള്ളൂ എപ്പോഴും ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻ വരുന്നത്, എൻ്റെ ഫോണിലൊന്നും വരാറില്ല എന്ന്. കാര്യം വേറെ ഒന്നുമല്ല, ഞാനൊക്കെ 24 hours ഇങ്ങനെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കും, അതിൻ്റെ അപ്ഡേഷൻ കണ്ടുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്കുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ എന്തായാലും ഇത്തവണ നമ്മുടെ ലാലേട്ടനും അടിപൊളിയായിരുന്നു അല്ലേ. ലാലേട്ടൻ എന്താ പറയുക, 7ൻ്റെ പണി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ലാലേട്ടനും വേറെ ലെവലായിരുന്നു. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അടുത്ത സീസൺ വേണ്ടിയിട്ട് കാത്തിരിക്കാം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എൻ്റെ ഇന്നത്തെ പണികളൊക്കെ തുടങ്ങാൻ പോവാണ്. രാവിലെ തന്നെ വീഡിയോ ചെയ്താലാണ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് ഞാനും നമ്മുടെ ബിഗ് ബോസിലെ പണികളായിട്ട് പോവാണ്. പിന്നെ ഇവിടെ ഒന്നും ആരും നമ്മൾ നോമിനേറ്റ് ചെയ്യാനില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടും ഒരു ബിഗ് ബോസ് ആണല്ലേ, ആരും നമ്മളെ നോമിനേറ്റ് ചെയ്യാനൊന്നും ഇല്ലയെന്നുള്ളൂ. നമ്മളൊക്കെ രക്തബന്ധത്തിലുള്ളതുകൊണ്ടും വേണ്ടപ്പെട്ടവരായതുകൊണ്ടും നമ്മളൊക്കെ സ്നേഹിച്ചു പോകുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കിതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.